അയ്യോ 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 എൻ്റെ വയറേ, അയ്യോ വേദനിക്കുന്നേ. നിക്കി നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നീ? ആദ്യം എൻ്റെ കറങ്ങണ തലയും വയറൊന്നും ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചോളാം. ഇപ്പം എനിക്ക് വയ്യ. വവ്വാലി കടിച്ച പേരയ്ക്ക തിന്നരുത് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ പനി തലയ്ക്ക് പിടിച്ചത്? തലയ്ക്ക് മാത്രമല്ല വയറിനും പിടിച്ചു. ഇനി വെള്ളമൊക്കെ കുടിച്ച് നന്നായി റെസ്റ്റ് ചെയ്തോ. ഞാൻ അപ്പുറത്തുണ്ടാവും. എങ്ങോട്ടെങ്കിലും പോ, അപ്പുറത്തുണ്ടായിട്ട് എന്താ കാര്യം? എന്റെ വയറുവേദന ഞാൻ തന്നെ സഹിക്കണ്ടേ? തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരുടെ പിന്നാലെ മറ്റു കുട്ടികൾ ഓടുന്ന CCTV ദൃശ്യങ്ങളും ഏഷ്യാനെറ്റ്. ഈ ന്യൂസൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ട്രോമ ആവുന്നില്ലേ? ഫുള്ള് കിഡ്നാപ്പും മർഡറും. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ, എന്നാലേ ഇവിടെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മ ആരെങ്കിലും കൊല്ലാൻ പോവാണോ? എൻ്റെ ഈ കത്തി അകലത്തുനിന്ന് നീ മാറിന്നോ, അതാ നിനക്ക് നല്ലത്. ഒന്ന് പോവാ. എന്താണ് എടീ, എനിക്കൊരു ചെറിയ സഹായം വേണം. എൻ്റെ കാർഷിക ലോണിൻ്റെ പലിശ അടയ്ക്കുന്ന ഡേറ്റ് നാളെ. അപ്പോൾ കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മറിക്കാൻ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പലിശ ഞാൻ തന്നെയല്ലേ അടയ്ക്കണത്. നീയേ കൃഷിപ്പണി നിർത്തി വേറെ വല്ല പണിക്കും പോകാൻ നോക്ക്, അതാ നല്ലത്. കറക്റ്റ്, അതുകൂടി പറയാൻ അങ്ങോട്ട് വന്നത്. നമ്മുടെ പഴയ CID കമ്പനി ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഓഫീസിൻ്റെ പണിയും പിന്നെ ഈ ലോണിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാശാശുണ്ട്. എല്ലാത്തിനും കൂടി നിന്റെ കയ്യിലുള്ള വള. അയ്യോ, വളയുടെ പോയി. ആ വള ഗ്യാസായി പോയി. അല്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ല അർജോ. ചേട്ടാ ഇവിടെ ഇല്ലാത്ത നിന്റെ ഭാഗ്യം. നീ CID പണി വീണ്ടും തുടങ്ങിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഇത് തീർന്നു. നീയേ ആ വീട് പണി വേഗം തീർത്തിട്ട് മാറാൻ നോക്ക്. എന്നിട്ട് വേറെ വല്ല ജോലി സംഘടിപ്പിച്ചിട്ട് ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. CID ജോലിക്ക് എന്താ പ്രശ്നം? പണ്ട് ഞാനും നിക്കും കൂടി ഒരു കേസ് തെളിയിച്ചല്ലേ, എനിക്ക് ഓർമ്മയില്ലേ? പിന്നെ കേസ് തെളിയിച്ച് അന്ന് ആ ബംഗാളിനെ വാടകയ്ക്ക് എടുത്തതും കള്ളനായിട്ട് അഭിനയിപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞ്. അതുകൊണ്ടേ CID പരിപാടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടൂല. വേണമെങ്കിൽ ഇപ്രാവശ്യത്തെ പലിശയും കൂടെ ഞാൻ അടയ്ക്കാം. സ്വർഗങ്ങൾ കണ്ണിൽ കാണും കയ്യില് കുറെ പൈസ ഒക്കെ തടഞ്ഞ ലക്ഷണമുണ്ടല്ലോ, എന്താ പരിപാടി? എടി, ഞാൻ ഈ കൃഷിപ്പണി നിർത്തി പഴയ ആ CID കമ്പനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് പക്ഷെ നമ്മൾ ആ ബംഗാളി കേസ് ഉണ്ണിമോൾ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു പിടിയില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. മാമൻ എങ്ങനെങ്കിലും ഒരു കേസ് കണ്ടുപിടിച്ച് ആ കേസ് തെളിയിക്കണം. കഴിവ് തെളിയിച്ച പിന്നെ അമ്മയുടെ ക്യാഷ് വാങ്ങുന്നത് ഈസിയാണ്. പക്ഷെ കേസ് ഒറിജിനൽ ആയിരിക്കണം. ഐഡിയ കൊള്ളാം, പക്ഷെ കേസ് കൊടുത്ത് കിട്ടും. അല്ലെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. മാമന് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇറങ്ങി തപ്പ്. അപ്പോഴേക്കും എൻ്റെ റെസ്റ്റും കഴിയും, പിന്നെ ഞാനും കൂടാം. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. നീ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ ഈ ലോൺ ഒന്ന് പുതുക്കിയിട്ട് നാളെ വരാം. ഓക്കെ, നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് വെച്ചവാ, ഇവിടെ ആർക്കും ഒരു ധൃതിയില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ലാസ്റ്റ് ദിവസം ഭയങ്കര ടഫായിരുന്നു. ഔട്ട് ഓഫ് ഞാൻ ഇതില്ല. MCക്ക് പിന്നെ ഞാൻ ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് എഴുതിയത്. മൊത്തത്തിന് അവത്തേക്കാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ. അങ്ങനെ നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു. സമയമായി. അടുത്ത എക്സാമിനാണോ? ഓക്കെടാ, ബൈ. അവക്കാരോ ലിഫ്റ്റ് കൊടുത്തു. ഞാൻ ഇങ്ങനെ നടന്നു പോണം. കുഴപ്പമില്ല.
റാത്തുണ്ട്. ഇത് ഒരു 3 ദിവസത്തിനുള്ള മരുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഫാർമസിയിൽ നിന്ന് വാങ്ങണം കേട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഇവിടെ മരുന്ന് ഫ്രീ ആണോ? അതാ ഞാൻ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. 15 കൊല്ലമായി ഡോക്ടർ ഹോസ്പിറ്റലിലുണ്ട്. അന്ന് തൊട്ട് ഇന്ന വരെ പാവങ്ങൾക്ക് ഇവിടെ എല്ലാം ഫ്രീയാണ്, മരുന്ന് ചികിത്സ എല്ലാം. ആയിക്കോട്ടെ. എന്താ 2 ചെറുപ്പക്കാരോട് വർത്താനം പറഞ്ഞു? വരൂ വരൂ. ഇവൻ 4 ദിവസമായിട്ട് ഭയങ്കര പുറമേത് പനി, ജലദോഷം, കഫക്കെട്ട് എല്ലാം. 2 ദിവസം കഴിഞ്ഞു. Explain to us the tendency a completely ചേച്ചി അല്ലാതൊന്നും നടക്കുവോ? ഒരു 10 മിനിറ്റ് കളിക്കാൻ വാ. എന്റെ ഫൈനൽ എക്സാം ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. എനിക്ക് ഇറങ്ങി പോടി അവിടെ കുറയ്ക്കാൻ ഇറങ്ങിയേക്കാൾ. കളിക്കാൻ ആരും ഇല്ലല്ലോ. നിൽക്കുകയാണെങ്കിൽ റെസ്റ്റിലും. അയ്യോ, ആ പാവം പ്രാവിനെ കൊണ്ട് കാക്കകളെ കൊത്തുന്നു. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കളക്ഷനിൽ വെച്ചേക്കാം. അർജുമാമനായിരിക്കും. ചേച്ചി, ഉണ്ണിമോളെ, അമൃത ഇതുവരെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല. ബസ്സിൽ അന്വേഷിച്ചപ്പോഴേ ദേവുവിന്റെ കൂടെ സ്റ്റോപ്പിൽ ഇറങ്ങി എന്ന് പറഞ്ഞു കണ്ടക്ടർ. ആണോ? ദേവു ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷെ ജംഗ്ഷനിൽ വെച്ച് അവള് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡിലൂടെ കേറി. പിന്നെ ഒരു ജീപ്പ് വന്ന് നിർത്തിയത് കണ്ടു. ഞാൻ വിചാരിച്ചു അവൾ അതിൽ കയറി പോയിന്ന്. ജീപ്പോ? അവളങ്ങനെ ആരുടെ ജീപ്പിലൊന്നും കയറി പോകില്ലല്ലോ. ആരുടെ ജീപ്പാ? ആരാ ജീപ്പിലുണ്ടായിരുന്നത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല ആന്റി. നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും ഞാൻ കരുതിയത്. അയ്യോ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആരും റിലേറ്റീവ് ഇല്ല. ദൈവമേ, എന്റെ മോള് ഞാൻ വിളിക്കുമ്പോ എന്ത് പറയും? ചേച്ചി ഇങ്ങനെ കരയാതെ. മോള് വേറെ വല്ല കൂട്ടുകാരുടെ വീട്ടിലുണ്ടെങ്കിലോ? എവിടെ ഇല്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. അവളെവിടെ ചെന്നിട്ട് പോലീസ് അറിയിക്കാം. അതെ, അമല് പറഞ്ഞതാ ശരി. നിങ്ങൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ നോക്ക്. എടാ അമലെ, നീ കൂടെ ചെല്ലേ. ചെല്ലേ. പലിശടിച്ചിട്ടോ? എന്തൊരു വിഷമം? പൈസ പോയിട്ടാണോ? ഏയ് അതല്ല അർജോ. ദേവുവിന്റെ കൂടെ പഠിക്കുന്ന അമൃതല്ലേ, ആ കുട്ടീനെ ഇന്നലെ മുതൽ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ട് പോയതാന്ന സംശയം. തട്ടിക്കൊണ്ടുപോയി? നമ്മുടെ നാട്ടിലോ? പരീക്ഷ കഴിഞ്ഞ് ബസ് ഇറങ്ങി അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ നടന്നു വന്നത്. ജംഗ്ഷനിൽ എത്തിയപ്പോ ദേവു ഇങ്ങോട്ടും പോന്നു, ആ കുട്ടി ആ കുട്ടിയുടെ വീടിന്റെ അങ്ങോട്ടും പോയി.
ദേവ് നോക്കിയപ്പോൾ ഒരു ജീപ്പ് വന്ന് ആ കൊച്ചിനെ ആ ജീപ്പിനകത്ത് കയറ്റിക്കൊണ്ടുപോയി. ജീപ്പിലാത്ത ആരാന്ന് ദേവ് കണ്ടില്ലേ? ഇല്ല, അവള് കുറച്ച് ദൂരത്തുനിന്നല്ലേ കണ്ടത്. നീ ഇന്നലെ പറഞ്ഞ പോലെ ഒരു വലിയ കേസ് വന്നിട്ടുണ്ട്. ദേവിൻ്റെ ഒരു ഫ്രണ്ടിനെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് അവസരം. പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കത് കണ്ടുപിടിക്കണം. നമ്മളല്ല, മാമൻ. ഈ കേസ് തെളിയിച്ച പിന്നെ ആരും മാമൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല. CID കമ്പനി തുടങ്ങാനുള്ള ക്യാഷ് അമ്മ തന്നെ തരും. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ബുദ്ധി മാമൻ്റെ കൂടെ ഉണ്ടാകും. ധൈര്യമായിട്ട് മാമൻ അറിയിക്കോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു CID നിക്കി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഈ കേസ് അന്വേഷിക്കും? ഒരു സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മാമൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടോക്ക്. ഏതെങ്കിലും ഒരു മണ്ടന മാമന് കിട്ടാതിരിക്കില്ല. ഇരിക്കൂ. നോക്കൂ സുധാ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ ഭാഗത്തൊന്നും CCTV ക്യാമറകളില്ലാത്തതുകൊണ്ട് ഈ കാറിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. സാറേ, എൻ്റെ മോൾക്ക് എന്ത് പറ്റി കാണും? നേരം എടുത്തിട്ടോട് വന്നില്ലല്ലോ സാറേ. അമൃതക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല സാർ, 10ാം ക്ലാസ്സിലല്ലേ, വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൾ ആ കാറ് കയറിപ്പോയത്? സാധാരണ ഇത്തരം കേസുകൾ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോകാറുള്ളത്. ഇനിയിപ്പോൾ വല്ല പ്രേമോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല സാറേ, നല്ല കുട്ടിയാ. അങ്ങനെ ആരുമായിട്ട് പ്രേമമൊന്നുമില്ല. നല്ലോണം പഠിക്കുന്ന കുട്ടിയപ്പോൾ. അതിപ്പോൾ അമ്മമാരറിയണമെന്നൊന്നുമില്ല. അവളുടെ കയ്യിൽ ഫോണില്ലെങ്കിലും കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ ഫോണ്. അങ്ങനെയും ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് കയറ്റിയാൽ തന്നെ അവൾ ബഹളം വെക്കൂലേ? അവളുടെ കൂട്ടുകാർ പറഞ്ഞത് അവൾ ബഹളം വെക്കുന്നൊന്നും കേട്ടില്ല എന്നാണ്. സാർ, അമ്മ അവളുടെ ഡയറികളും ബുക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കൂട്ടിയാൽ എന്നെ അറിയിക്കും. ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്കും ലുക്കർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഹൈവേ പോലീസിൻ്റെ ചെക്കിങ് നടക്കുന്നുണ്ട്. സാറേ, എൻ്റെ മോക്കൊരു ആപത്ത് വരരുത്. ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തൽക്കാലം നിങ്ങൾ വീട്ടിൽ പോയിക്കോ. പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് കാശോ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം കേട്ടോ. രമേശ്, ആ ബ്ലാക്ക് കാറിൻ്റെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? ഇല്ല സാറേ, അത് അന്വേഷിക്കുന്നുണ്ട്. നിമോളെ, നിങ്ങൾ വിഷമിക്കണ്ട. ആ കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. പോലീസിൽ പരാതിപ്പെട്ടിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ആ കുട്ടീനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷണം മുറ പോലെ നേട്ടിട്ടില്ലേ? സമയമെടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് കാര്യം? നീ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ആ CID കമ്പനി റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അതിനുള്ള മറുപടി ഞാൻ അപ്പോഴേ തന്നല്ലേ. ഞാൻ അതിന് ഫണ്ട് ചോദിക്കാൻ വേണ്ടി വന്നതല്ല. ഞാനത് തുടങ്ങുന്നു എന്ന് പറയാൻ വന്നത്. ആ CID കമ്പനി ഇന്ന് ഇവിടെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ കേസ് ഓപ്പറേഷൻ അമൃത മിസ്സിംഗ്. രഹസ്യങ്ങൾ ഒളിച്ചു വച്ച മണ്ണിൽ സത്യം തേടി അലയുന്നവർ, ഭയമറിയാത്ത നിഴലുകൾ, വരവായി വരുന്നു ഞങ്ങൾ. അവസാനിക്കാത്ത പോരാട്ടം, സത്യം വെളിപ്പേ